PSC ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു. അവർക്ക് നോട്ട്സ് പ്രിപ്പറേഷന് ഒരുപാട് ടൈം പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സും പ്രിപ്പറേഷനും എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ GKയുടെയും ബേസിക് സയൻസിൻ്റെയും നോട്ട്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ എഴുതി തയ്യാറാക്കിയ നോട്ട്സാണ്. അപ്പോൾ ഇതല്ലാതെ ഇംഗ്ലീഷ് മലയാളത്തിനൊക്കെ വേറെ, മലയാളത്തിനില്ല, ഇംഗ്ലീഷിനും മാത്സിനും വേറെ നോട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോട്ട് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് റാങ്ക് ഫയൽ മുഴുവൻ പകർത്തുക എന്നൊരു രീതിയല്ല നോട്ട്സ് പ്രിപ്പറേഷൻ എന്നുള്ളത്. കാരണം ഒരു റാങ്ക് ഫയലിൽ എത്രയോ വലിയ റാങ്ക് ഫയലാണ് നമ്മുടെ അല്ലേ, അത് മുഴുവൻ ഈ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നോട്ടിലേക്ക് എഴുതി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമ്മൾ ചുരുക്കിയാണ് എഴുതണതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നോട്ട്സ് പ്രിപ്പറേഷന് ടൈം പോകുന്നത് എനിക്ക് തോന്നുന്നു പലരും റാങ്ക് ഫയൽ മുഴുവനായിട്ട് നമ്മുടെ നോട്ട്സിലോട്ട് എഴുതി പകർത്തുന്നവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് പകരം നോക്കൂ, ഇപ്പോൾ ഒരുപോലെയുള്ള ഫാക്ട്സ്, ഇപ്പോൾ ചുരങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ കാണിച്ച പോലെ ചുരങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സെറ്റാക്കി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അതുപോലെ ഓരോ നദികളുടെ തീരത്ത്, ഭൂമിശാസ്ത്രം എടുക്കുകയാണെങ്കിൽ നദികളുടെ തീരത്തുള്ള പട്ടണങ്ങൾ, അതിനെയെല്ലാം ഒരുമിച്ച് എഴുതി വെച്ചിരിക്കുന്നു. അതുപോലെ ഒരുപോലെ വരുന്ന കാര്യങ്ങളെല്ലാം ഒരുമിച്ച് എഴുതി വയ്ക്കുക, ഷോർട്ട് നോട്ട്സുകളായിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ ഒരേ ഇയറിൽ നടന്ന കാര്യങ്ങളെ ഒരുമിച്ച് എഴുതി വയ്ക്കുക. സയൻറ്റിസ്റ്റുകൾ ഓരോ സെക്ഷനിലും ഇപ്പോൾ ബയോളജി സയൻസ് ഒക്കെ ആണെങ്കിൽ അതിൽ വരുന്ന സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് എഴുതി വയ്ക്കുക. ഓരോ കണ്ടുപിടുത്തങ്ങൾ അതെല്ലാം ഒരുമിച്ച് എഴുതി വയ്ക്കുക. അതിനൊക്കെ ആയിരിക്കണം നമ്മൾ നോട്ട്സ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. അല്ലാതെ റാങ്ക് ഫയൽ മുഴുവനായിട്ട് ഒരിക്കലും നിങ്ങൾ പകർത്തി എഴുതിയാൽ നിങ്ങൾക്കത് പെട്ടെന്ന് പഠിക്കാം എന്ന് വിചാരിക്കേണ്ട. കാരണം നോട്ട്സ് പ്രിപ്പറേഷൻ അതല്ല. ഇപ്പോൾ കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് കണ്ടോ, ആ ഒരു ടോപ്പിക്ക് നമ്മുടെ റാങ്ക് ഫയലിൽ എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പേജുള്ളതാണത്. അത് ഞാൻ വെറും ഒരു 3-4 പേജിലാണ് ഞാനൊരു നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇയേഴ്സും അതുപോലെ ഡേറ്റും ഒക്കെയാണ്. അത് പെട്ടെന്ന് മാറിപ്പോകാനുള്ള എനിക്ക് ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് ഈ ഒരു നോട്ട്സിൽ അത് കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ 1946 നടന്ന ഒരുപാട് സമരങ്ങളുണ്ട്. പുന്നപ്ര വയലാർ, കരിവള്ളൂർ, കുട്ടംകുളം, അതൊക്കെ തോൽവിറക് സമരം, ഇതൊക്കെ 1946 നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഞാൻ ഒരുമിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമുക്കതൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ ഒറ്റൊരു ഇയറിലൂടെ അതെല്ലാം പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് എഴുതി വയ്ക്കുന്നതിൻ്റെ ഗുണം അതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പം നവോത്ഥാന നായകന്മാരെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം മെയിനായിട്ട് പഠിക്കാനുള്ള ഇയർ ഓർത്ത് വയ്ക്കാനായിരിക്കും വിഷമം. എന്നെ സംബന്ധിച്ച ഇയറാണ് വിഷമം. അപ്പം ഞാൻ ഓരോരുത്തരുടെയും ഇയറുകൾ മാത്രം എടുത്തെഴുതി ആ ഇയറിൽ സംഭവിച്ച എന്തൊക്കെ സംഘടനകൾ വന്നിട്ടുണ്ട് അത് ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. മുഴുവനൊന്നും എഴുതിയിട്ടില്ല, മെയിനായിട്ടുള്ള ആൾക്കാരുടെ മാത്രം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 1875 കണ്ടോ, ആ ഒരു ഇയറിൽ നടന്ന ആര്യസമാജമൊക്കെ നിലവിൽ വന്നത് 1875. അപ്പോൾ അതിനെല്ലാം ഒരുമിച്ച് എഴുതി ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മെയിൻ പോയിൻറ്റ്സൊക്കെ. അങ്ങനെ ആയിരിക്കണം നമ്മൾ നോട്ട്സ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഒരു റാങ്ക് ഫയൽ മുഴുവൻ ഇരുന്ന് പകർത്തുന്ന രീതിയല്ല നോട്ട്സ് പ്രിപ്പറേഷൻ. നിങ്ങൾ റാങ്ക് ഫയൽ ഇപ്പോൾ മെയിൻസിന് പഠിക്കുന്ന എല്ലാവരും തന്നെ പ്രിലിംസിന് ഒരുവിധം പഠിച്ച് എത്തിയ ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഇനി ചെയ്യേണ്ടത് റിവിഷൻ ആയിരിക്കും. അവരിനി ചെയ്യുന്നത് റിവിഷനാണ് അല്ലേ. ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് റിവിഷൻ തന്നെയാണ്. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുമ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റ്സ് വായിക്കുമ്പോൾ കിട്ടാത്ത പോയിൻറ്റ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അത് മനസ്സിൽ നിൽക്കാത്ത പോയിൻറ്റ്സോ ഉണ്ടായിരിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. പക്ഷെ ഞാനത് ഈ ഒരു സമയത്ത് ഞാനത് എഴുതി വെക്കണം എന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ മുന്നിൽ ഇപ്പോൾ വെറും 100 ദിവസങ്ങളില്ല എന്ന് തന്നെ പറയാം. അത്രയും കുറച്ച് ദിനങ്ങളേ ഉള്ളൂ മെയിൻ എക്സാമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോട്ട്സ് എഴുതി കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു സമയത്ത്. അപ്പോൾ മാക്സിമം പഠിക്കാൻ തന്നെ നോക്കിയാൽ മതി. നോട്ട്സ് പ്രിപ്പറേഷൻ ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആദ്യമായിട്ട് തുടങ്ങുന്നവർ ഇനി ഒരിക്കലും ഇപ്പോൾ ഈ ഒരു സമയത്ത് നോട്ട്സ് പ്രിപ്പറേഷൻ തുടങ്ങരുത്. ഇനി മെയിനായിട്ട് പഠിക്കാനും റിവിഷനും മാത്രമായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നോട്ട്സ് തയ്യാറാക്കിയത് ഇങ്ങനെ സമയം പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ റെയിൽവേയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് നമുക്ക് ഗതാഗതം എന്ന് പറയുന്ന ടോപ്പിക്കിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ, ഇയറൊക്കെ മാറിപ്പോവാറുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കണ്ടു, റെയിൽവേ വന്നത്, തപാൽ വന്നത്, അതുപോലെ മണി ഓർഡർ, ഇതെല്ലാം എനിക്ക് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. അപ്പോൾ അതിനെല്ലാം ഞാൻ എടുത്ത് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് റെയിൽവേയുടെ അല്ലെങ്കിൽ ഗതാഗതം പഠിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അതെടുത്ത് നോക്കുമ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ കൂടുതൽ പതിയും.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോട്ട്സ് പ്രിപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് പ്രിപ്പറേഷൻ നടത്താത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ അതിന് നിൽക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ പഠിക്കാനും റിവിഷൻ നടത്താനുമായിരിക്കണം. അപ്പോൾ റിവിഷൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചൊരു ടോപ്പിക്ക് യൂട്യൂബിൽ ഒരു ക്ലാസ് കേട്ടുകൊണ്ട് റിവിഷൻ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വീട്ടമ്മമാരെ സംബന്ധിച്ച് ഒട്ടും സമയമില്ലാത്തവരായിരിക്കും അവർ. അപ്പോൾ അവർക്ക് പഠിക്കാനും റിവിഷനും ഒക്കെ കൂടെ സമയമില്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞൊരു ടോപ്പിക്ക് നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴായാലും ആ മൊബൈലിൽ ജസ്റ്റ് ആ ഒരു ടോപ്പിക്ക് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു നല്ല ചാനലിൽ നിന്ന് എടുത്തിട്ട് അതൊന്ന് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് ഒന്ന് കേൾക്കുക. അപ്പോൾ അത് ഒരു റിവിഷനായിട്ട് നമുക്കത് ഉപകാരപ്പെടും. ആ പഠിച്ച ടോപ്പിക്ക് വീണ്ടും കേൾക്കണം. അപ്പോൾ അത് ഉപകാരപ്പെടും. പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു പോർഷൻ ഞാൻ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു നോട്ടാണ്. കാരണം നമ്മുടെ പ്രിലിംസിന് മെയിനായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ പതാക എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ അത് നമ്മുടെ റാങ്ക് ഫയലിൽ അധികം ഇല്ലാത്ത, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിൽ നിന്ന് ഓരോ പതാകയുടെ ഓരോ മാറ്റവും ഞാൻ വരച്ച് തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു നോട്ടാണ്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഞാൻ അതിന് നിൽക്കില്ല കേട്ടോ. കാരണം വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അത് മുൻപ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ മത്സ്യബന്ധനം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും അവിടെ എടുത്തു പറഞ്ഞൊരു ടോപ്പിക്കായിരുന്നു. അതും നമ്മുടെ റാങ്ക് ഫയലിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ഞാൻ സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്നും അതുപോലെ ടെലഗ്രാം അങ്ങനെ കുറേ സ്ഥലത്ത് നിന്ന് കിട്ടിയ കുറച്ച് പോയിൻറ്റ്സാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ മുൻപേ തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. പരീക്ഷ അടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നോട്ട്സ് പ്രിപ്പറേഷന് നിൽക്കരുത് എന്ന് വീണ്ടും ഞാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ നോട്ട്സ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ നോട്ട് പ്രിപ്പറേഷൻ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെയൊക്കെ രീതി ഒന്ന് കമൻറ്റ് ചെയ്യണം. ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ നിൽക്കരുത്. ഇപ്പോൾ നിങ്ങൾ മെയിനായിട്ട് റിവിഷൻ അതിനുവേണ്ടി മാത്രം നിങ്ങളുടെ സമയം ചിലവാക്കുക. നമുക്കിനി വളരെ കുറച്ച് സമയമേ മെയിൻസിനുള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ കയറി എല്ലാവരും ജോലിക്ക് ഈ ഒരു ഇയറോ അല്ലെങ്കിൽ അടുത്ത ഇയറോ ജോലിക്ക് കയറാൻ തയ്യാറാകുന്ന ലെവലിൽ നന്നായിട്ട് തന്നെ പഠിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും മടിയൊക്കെ മാറ്റി കൂടുതൽ ഉന്മേഷത്തോടെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാവർക്കും നല്ല ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടുക, നന്നായിട്ട് പഠിക്കുക. യൂട്യൂബ് ആയാലും ഏതൊരു മാധ്യമത്തിലൂടെ ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നിങ്ങൾക്ക് വിജയം ഉറപ്പായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.